ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ ലാവണ്യനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരുവാണ്. പക്ഷേ ആ വീട്ടിൽ കാര്യങ്ങളൊന്നും തന്നെ ലാവണ്യയ്ക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ലാവണ്യയ്ക്കാണെങ്കിൽ ഒരു പണി പോലും എടുക്കാൻ വയ്യ. മനോരമയാണെങ്കിൽ അശ്വിൻ്റെ ഭാര്യയായി വരാൻ പോകുന്ന പെൺകുട്ടിയല്ലേ, വീട്ടിലെ കുറച്ച് പണിയൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ആ പടക്കളൊക്കെ സഹായിക്കാൻ വേണ്ടി ലാവണ്യ വരുമെന്നുണ്ടെങ്കിൽ ലാവണ്യക്ക് അവിടുത്തെ പൊടിയും മണോ ഒന്നും തന്നെ പിടിക്കും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നാണ് കേട്ടോ ലാവണ്യക്ക്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ഏതു നേരവും ശ്രുതിയുടെ ഓർമ്മകൾ മാത്രമാണ് കേട്ടോ. അതായത് ലാവണ്യ വീട്ടിൽ വന്നെങ്കിൽ പോലും ശ്രുതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. ലാവണ്യൊക്കെ അവിടെ മനസ്സിലും അതുപോലെ തന്നെ വീട്ടിലും ഒരു സ്ഥാനവും അശ്വിനില്ല. ലാവണ്യൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വെറുതെ ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രമാണ് അശ്വിൻ എന്ന് പറയണത്. അതേസമയം ശ്രുതിയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ റെഡിയാവാണ്. പ്രീതി പോകുന്നില്ല, ശ്രുതി മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യം തീരുമാനിക്കുന്നത്. ശ്രുതി കരഞ്ഞും മനസ്സാകെ വേദനിച്ചിട്ടൊക്കെ പോവാണ്. ശ്രുതിക്ക് പോകാനും തോന്നണില്ല. ശ്രുതിയും ഇടയ്ക്കിടയ്ക്ക് അശ്വിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, രണ്ടുപേർക്ക് പരസ്പരം വിട്ടുപിരിയാൻ പറ്റാത്ത എന്തോ ഒന്ന് മനസ്സിലുണ്ടെന്ന് മനസ്സിലാവാണ്. പക്ഷെ അത് അവർക്ക് രണ്ടുപേർക്ക് പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ സമ്മതിക്കാനും മനസ്സുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കുവാണ്. ശ്രുതി പോകത്തൊന്നുമില്ല കേട്ടോ, കാരണം അവരുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് ജപ്തിയാവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ശ്രുതിനെയും പ്രീതിനെയും അമ്മയും അച്ഛനും ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോൾ ശ്രുതി അവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയുമല്ലോ. അതുകൊണ്ട് ശ്രുതി പോകത്തൊന്നുമില്ല. ശ്രുതി അശ്വിന് തന്നെ ഉള്ളതാണ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.